ചേച്ചി എന്താ ഇതൊക്കെ? ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. എന്തിനാ എല്ലാരും കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞ? എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. അല്ല, എല്ലാരും ഭയങ്കര സന്തോഷത്തിലൊക്കെ ആണല്ലോ. എന്ത് കാര്യം? എന്നോടും കൂടെ പറ. നീ വലിയ സർപ്രൈസ് തരുന്ന ആളല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഞങ്ങളൊരു സർപ്രൈസ് തന്നതാ. രണ്ടുപേർക്കോ? ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. സച്ചേട്ടാ, ഇവളൊറ്റയ്ക്കാണോ? ഹേയ്, ഇപ്പൊ രണ്ടുപേരില്ലേ? പക്ഷേ അതിലൊരാളെ ഇപ്പൊ കാണാൻ പറ്റൂ. മറ്റേയാളെ കാണണമെങ്കിൽ കുറച്ച് മാസങ്ങൾ കൂടി കഴിയണം. എന്റെ വർഷേ, നിന്റെ കൂടെയുള്ള ആളെ ദേ ഇവിടെയാടോ. എന്തേ ഞെട്ടിപ്പോയോ? നിന്നെ പരിശോധിച്ച ഡോക്ടറാ നീ പ്രഗ്നന്റ് ആണെന്ന് എന്നോട് പറഞ്ഞത്. പക്ഷേ നീ ഇതെന്താ എന്നോട് പറയാതിരുന്നേ? എന്തിനാ നീ ഇത് മറച്ചു വെച്ചേ? എന്താ നീ ഒന്നും പറയാത്ത? ഞാനൊരു സർപ്രൈസ് തരാൻ വേണ്ടി പറയാതിരുന്നതാ. എന്റെ ബർത്ത്ഡേ വരാൻ പോവാണല്ലോ. അന്ന് നല്ലൊരു ഫംഗ്ഷൻ വെച്ച് അച്ഛമ്മയും എന്റെ അമ്മയും അച്ഛനെയും ഫ്രണ്ട്സിനെയും ഒക്കെ വിളിച്ചു വരുത്തി എല്ലാരോടുമായിട്ട് ഈ ഗുഡ് ന്യൂസ് പറയാന്നാ ഞാൻ കരുതിയ. ഞാൻ പറഞ്ഞില്ലേ, എന്റെ സർപ്രൈസ് ഒക്കെ പൊളിഞ്ഞു പോയല്ലോ. അത് പൊളിച്ച് കയ്യിൽ തന്നു എല്ലാരും. ആ ഡോക്ടർ ഞാനൊന്ന് കാണട്ടെ, ശരിയാക്കുന്നുണ്ട് ഞാൻ. നിനക്ക് ശ്രീകാന്തിനോടെങ്കിലും ഒന്ന് പറയായിരുന്നു. അവന്റെ മനസ്സിലൊന്നും നിക്കില്ല ആന്റി. അവനോട് പറഞ്ഞാലേ അവനത് എല്ലാരോടും പറഞ്ഞിരിക്കും. അതുകൊണ്ടാ പറയാതിരുന്നെ. എന്നാലും അത് ഭർത്താവിനോട് പറയേണ്ടതായിരുന്നു. ശ്രീകാന്തിന് വിഷമമായോ? ഐ എം സോറി. ഇനിയിപ്പോ പിറന്നാളാവാനൊന്നും നിൽക്കണ്ട. പറയേണ്ട എല്ലാവരോടും ഞങ്ങൾ വിളിച്ചു പറഞ്ഞോളാം. സ്വീറ്റ്സ് കൊടുക്ക. അച്ഛൻ ഞാൻ സ്വീറ്റ്സ് എടുത്തിട്ട് വരാം. എന്തായാലും ഇത് വല്ലാത്തൊരു സർപ്രൈസ് ആയി പോയി കേട്ടോ. ആദ്യം വർഷക്കുട്ടിക്ക്. ചന്ദ്രേ, ലഡു കഴിക്കണേ. കഴിക്കച്ച. എന്തായാലും അമ്മ ഒരു സമ്മാനം തരാന്ന് പറഞ്ഞിട്ടുണ്ട്, മറന്നു. അത് വാങ്ങാനുള്ള യോഗം നിങ്ങൾക്ക് രണ്ടുപേർക്കാ. ഇതറിയുമ്പോ അമ്മക്ക് വലിയ സന്തോഷമാവും. പ്രത്യേകം ശ്രദ്ധിക്കണം. നിന്റെ പിള്ളേര് കളിയൊക്കെ നിർത്തണം. നീയേ ഒരമ്മയാവാൻ പോവാ, അത് നീ ഓർക്കണം. അതെ ചന്ദ്ര, അതെല്ലാം അവൾക്കറിയാം. അവള് വിദ്യാഭ്യാസമുള്ള കുട്ടിയല്ലേ. 10 മാസം കഴിഞ്ഞാ നല്ല ആരോഗ്യമുള്ള ഒരു പൊന്നും കൂടത്തെ അവൾ അച്ചാച്ചന്റെ അമ്മാമ്മയുടെയും കയ്യിലേക്ക് തരും. അല്ലേ വർഷേ? വർഷ, എന്താടി നീ കരയാണോ? ഇല്ല മോളെ. ഹേയ്, നിങ്ങൾ വിഷമിക്കാതിരിക്കേ. അവള് സന്തോഷം കൊണ്ടല്ലേ.